ഞാനിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഡയറി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ എഴുതാൻ പോവാ. അന്നൊക്കെ പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം ഞാനൊരു വലിയ പ്രോബ്ലത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരിക്കലൊരു കേസിലോ കോടതിയിലോ ഞാൻ പെട്ടിട്ടില്ലായിരുന്നു. ഒരിക്കലൊരു ഗുണ്ടയുമായിട്ട് ഇടപെടേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത് എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരേ ഒരു പരിഹാരം ആദർശ് മാധവാണെന്ന്. അയാൾ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു വക്കീലായിരുന്നു. അയാളൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ആ കേസ് വിജയിച്ചു എന്ന് തന്നെയാണ്. ഞാൻ ആദർശ് മാധവൻ്റെ ഓഫീസിൽ പോയി ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. അടുത്ത ദിവസം തന്നെ ഒരു പ്രതീക്ഷയോടെ ആദർശ് മാധവനെ കാണാനെത്തി. നമസ്കാരം വക്കീൽ സാർ. നമസ്കാരം. ഞാൻ ഭാവന നിഗം. ഞാൻ ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു. അതെ, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വരൂ, വന്നിരിക്കുക. അപ്പോ ഭാവന മാഡം, എന്താണ് പ്രോബ്ലം? പറയൂ. വക്കീൽ സാർ, ഞാൻ വീട്ടില് നാച്ചുറോപ്പതിയുടെ ഒരു ചെറിയ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഓക്കെ. അതിൽ വലിയ ഇൻകം ഒന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോവും. എൻ്റെ വീടിനടുത്ത് എനിക്ക് 4 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എനിക്ക് വലിയൊരു നാച്ചുറോപ്പതി ക്ലിനിക്ക് ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. പക്ഷേ അത് കുറച്ച് നാളായിട്ട് കാലി എന്ന് പറയുന്നൊരു ഗുണ്ട കൈയടക്കി വെച്ചേക്കുവാ. ഞാൻ അയാളെ എങ്ങനെ നേരിടുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. പോലീസുകാർ അവർക്ക് സപ്പോർട്ടാണ്. എന്താ ചെയ്യാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വക്കീൽ സാർ, ആ സ്ഥലം എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ആ സ്ഥലം എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചതിന് തുല്യമാ. സാറിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നത്. ഈ കേസിൽ എന്നെ സാറ് സഹായിക്കുകയാണെങ്കിൽ സാറിന് കോടി പുണ്യം കിട്ടും. നിങ്ങൾ പേടിക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ആ ഗുണ്ടകൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കഴിയുമ്പോൾ നാണക്കേട് കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാ. ഒരു പ്രോബ്ലം ഉണ്ട് വക്കീൽ സാറേ. എന്താ? ഇപ്പൊ സാറിന് ഫീസ് തരാനായിട്ട് എൻ്റെ ഈ പണമൊന്നുമില്ല. ആ സ്ഥലം എനിക്ക് തിരിച്ചു കിട്ടിയാൽ എനിക്കെന്തെങ്കിലും ലോൺ കിട്ടും. അപ്പോഴേ എനിക്ക് സാറിൻ്റെ ഫീസൊക്കെ തരാൻ പറ്റൂ. അതിനിപ്പോൾ ആരാ നിങ്ങളോട് ഫീസ് ചോദിച്ചേ? നിങ്ങൾ എനിക്ക് ഒരു പൈസ പോലും തരണ്ട. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? നിങ്ങളുടെ മുഖം ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലത്. ഈ മുഖത്ത് ഈ ചിരി എപ്പോഴും ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. ഇനി നോക്കിക്കോ, നിങ്ങൾ ഇനി ചിരിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ ശത്രുക്കൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. നാളെ ഞാൻ വീട്ടിലേക്ക് വരാം. ആ സ്ഥലമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. നിങ്ങളുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാമല്ലോ. പക്ഷേ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ മാത്രം. അതിനെന്താ, എനിക്കതിന് സന്തോഷമുള്ളൂ. സാറ് വരാൻ ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. സാറ് വന്നത് എനിക്ക് സന്തോഷമായി. അതെ ഭാവന മാഡം, സത്യത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്തൊരു മാജിക് ഉള്ളതുപോലെ തോന്നുന്നു. അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഏയ് ചുമ്മാ. പിന്നെ ഇപ്പൊ എൻ്റെ സ്ഥലം കണ്ടില്ലേ വക്കീൽ സാറേ? ഇത് എപ്പോഴത്തേക്ക് ശരിയാക്കാൻ പറ്റുമെന്നാ തോന്നേ? ആ സ്ഥലമൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞല്ലോ. പിന്നെ അത് എപ്പോൾ ഒഴിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം കൂടെ പറയാം. ആ സ്ഥലത്ത് അവർ എന്തൊക്കെയോ പണികൾ തുടങ്ങാൻ പോകുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. അതെനിക്കും ടെൻഷനുള്ള കാര്യമാണ്. സാറ് കണ്ടതല്ലേ എന്ത് വലിയ സ്ഥലമാണെന്ന്. അതിങ്ങനെ പരന്നു കിടക്കുക. ഈ സ്ഥലം എൻ്റെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നുമില്ലാത്തവളായി പോകും സാർ. തൻ്റെ കൂടെ ഞാനില്ലടൂ. ഇനി തനിക്കല്ല, തൻ്റെ ശത്രുക്കൾക്ക് ഒന്നുമില്ലണ്ടാവാൻ പോകുന്നേ. അയ്യോ, സാറിൻ്റെ കയ്യിൽ ഇതെന്ത് പറ്റി? ഓ ഇതൊരു ചെറിയ മുറിവ് പറ്റിയതാ. എങ്ങനെ പറ്റിയെന്നറിയില്ല. ഞാനിതൊന്ന് നോക്കട്ടെ. ആഹാ, അപ്പൊ ഇതാണല്ലേ നാച്ചുറോപ്പതിയുടെ ട്രീറ്റ്മെന്റ് രീതി? എനിക്കെന്തായാലും ഇഷ്ടമായി. എന്തിനാ നിർത്തിയത്? ചെയ്യടോ. സാറിന് ഇപ്പൊ ആശ്വാസം തോന്നില്ലേ? ചെയ്യേ, എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്.
ചെയ്യടോ. ഇത് എനിക്ക് തരുന്ന ഒരു ഫീസാണെന്ന് മാത്രം കരുതിയാൽ മതി. സാറ് ഇതെന്താ ചെയ്യുന്നേ? ഞാൻ എൻ്റെ ഫീസല്ല ചോദിച്ചേ, അതിങ്ങ് തന്നൂടെ? വക്കീൽ സാറേ, ഇത് എൻ്റെ ഒരു ചെറിയ ആഗ്രഹമില്ലേ ഇത്, അതിങ്ങ് തന്നൂടെ? തനിക്ക് എന്തുമാത്രം സ്വത്ത കിട്ടാൻ പോകുന്നേ, അപ്പൊ ഒരു ഫീസായിട്ട് എനിക്കിത് തന്നൂടെ? ഇതൊരു പ്രാവശ്യം തുടങ്ങി വെച്ച് കഴിഞ്ഞപ്പോ പിന്നെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം ആദർശ് എന്നും വരാൻ തുടങ്ങി. അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കേസിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആദർശ് ഒഴിഞ്ഞു മാറുമായിരുന്നു. പക്ഷെ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടുന്നവരെ ഇനി എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ലെന്ന്. ഭാവന, അടുത്തേക്ക് വാ മോളെ. നിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്നെ ഒന്ന് സന്തോഷപ്പെടുത്ത വേണങ്ങാതെ. ആദ്യം എൻ്റെ കേസിന്റെ കാര്യം എന്തായെന്ന് പറ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? എല്ലാം ശരിയാക്കുന്ന ഞാൻ പറഞ്ഞില്ലേ? നീ എന്തിനാ അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ആ ടെൻഷൻ ഞാൻ ഏറ്റെടുത്തില്ലേ? നിന്റെ സ്ഥലം എന്തായാലും ഒഴിപ്പിച്ചിരിക്കും. 4 മാസമായിട്ട് പറയുമോ ഒഴിപ്പിക്കാന്ന്? ഇനി എപ്പോ ഒഴിപ്പിക്കാനാ? നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ എടുക്കാം. അപ്പൊ പോലീസുകാർ വന്ന് ആ ഗുണ്ടകളെയൊക്കെ അവിടുന്ന് അടിച്ചോടിക്കും. എന്ത് ചെയ്യാനാണെങ്കിലും പെട്ടെന്ന് വേണം, എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എനിക്കും കാത്തിരിക്കാൻ വയ്യ. എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇങ്ങടുത്തേക്ക് വാ. ഇനി ഈ ഫീസ് കിട്ടണമെങ്കിൽ ഏറ്റെടുത്ത പണി മുഴുവൻ കഴിയണം. ഞാൻ നിന്റെ അടുത്തുനിന്ന് ഫീസ് വാങ്ങുന്നതാണ്. ഞാൻ നിന്നെ സ്നേഹിക്കല്ലേ? നീ എന്നെ തൊടുമ്പോ ഉണ്ടല്ലോ, എന്റെ ശരീരത്തിൽ ഇങ്ങനെ കറണ്ട് അടിക്കുന്നത് പോലെയാ. ഒന്ന് വാ, നീയാ എന്റെ ചാർജർ. എന്റെ ബാറ്ററി വീക്ക് ആയിക്കൊണ്ടിരിക്കുക, ഒന്ന് ചാർജ് ചെയ്യേ. നിന്നെ ചാർജ് ചെയ്ത് എന്റെ ചാർജ് മൊത്തം പോയി. നിന്റെ ചാർജ് തീരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ചാർജ് തീർന്നു പോയില്ലേ? ഇന്ന് രാത്രി നമുക്ക് പരസ്പരം ചാർജ് ചെയ്യാം. ഇതിന്റെ സ്ഥലം കയ്യേറി വെച്ചിരിക്കുന്ന കാളി പ്രസാദ് എന്ന് പറഞ്ഞ കുണ്ടയല്ലേ? ഇയാൾ എന്തിനാ ആദർശിന് ഫോൺ ചെയ്യുന്നത്? എന്താണ് വക്കീൽ സാറേ, ആ പെണ്ണിനെ പഠിച്ചു പൊളിക്കുകയാണോ? സാറ് അവളുടെ ഒപ്പം അച്ഛനും അമ്മയും കളിച്ചോണ്ട് അങ്ങനെ ഇരുന്നോ? അപ്പോഴത്തേക്ക് നമ്മുടെ ബിൽഡിങ്ങിന് പണിയൊക്കെ അങ്ങ് കഴിയും. പിന്നെ ഇപ്പൊ അവളുടെ തന്ത വിചാരിച്ചാൽ പോലും നമ്മളിവിടെ നിന്ന് ഇറക്കാൻ പറ്റില്ല. സാറ് പേടിക്കൊന്നും വേണ്ട, സാറിന്റെ ഷെയർ കൃത്യമായിട്ട് അങ്ങ് എത്തിയിരിക്കും. എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ ഹലോ.
ആദർശ് എന്നെ ചതിക്കുമായിരുന്നു. അയാൾക്ക് ഞാനൊരു ടൈം പാസ് മാത്രമായിരുന്നു. അയാൾക്ക് ശരീരത്തിന് സുഖം കിട്ടാൻ വേണ്ടി മാത്രം. ഇനിയും ഞാൻ ഇയാളെ വിശ്വസിച്ചിരുന്നാൽ എൻ്റെ സ്ഥലം എനിക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ആ സ്ഥലം എനിക്ക് തിരിച്ചു പിടിക്കാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം. ആ ദിവസത്തിന് ശേഷം ഞാൻ ആദർശ് മാധവനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ അയാളെ കാണാൻ കൂട്ടാക്കിയില്ല. ആദർശ് മാധവന്റെ ചതി എന്റെ കണ്ണ് തുറക്കാൻ എന്നെ സഹായിച്ചു. ഈ ലോകം കപടമാണെന്നും എനിക്ക് മനസ്സിലായി. ഈ സാഹചര്യം സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മളും അതിനൊപ്പം ഓടേണ്ടി വരും. സത്യത്തിന്റെ വഴി നടക്കുന്നവർക്ക് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല. അപ്പം ഞാൻ മറ്റൊരു വഴി അന്വേഷിക്കാൻ തുടങ്ങി. എന്റെ സ്ഥലം എനിക്ക് തിരിച്ചു തരാൻ കഴിവുള്ള ഒരാളെ ഞാൻ തേടാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ലോക്കൽ ന്യൂസ് പേപ്പറിൽ നിന്ന് ആ കാര്യം അറിഞ്ഞത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ, എല്ലാവരും ഭയക്കുന്ന ഏറ്റവും വലിയ ഗുണ്ട, അയാൾ മൈഗ്രെയിൻ എന്ന് പറയുന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. ആ കാര്യം അറിഞ്ഞപ്പോൾ എൻ്റെ തലച്ചോറ് പ്രവർത്തിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അയാളുടെ വിശ്വാസം നേടിയെടുക്കണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അയാളോട് അടുക്കണമെന്നും ഭൈരവെന്ന് പറയുന്ന അയാളുടെ നമ്പർ ഞാൻ എവിടുന്നൊക്കെ ഒപ്പിച്ചു. എന്നിട്ട് ധൈര്യം സംഭരിച്ച് ഞാൻ അയാളെ വിളിച്ചു. ആരാ? ഭൈരവ് സാർ, എൻ്റെ പേര് ഭാവന എന്നാ. ഞാനൊരു നാച്ചുറോപ്പാത്താണ്. സാറിന് മൈഗ്രെയിനിൻ്റെ പ്രശ്നമുണ്ടെന്ന് ഞാൻ കേട്ടു. എനിക്കത് മാറ്റിത്തരാൻ കഴിയും. ആണോ? പക്ഷെ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. ശരി, കൊന്നുകളഞ്ഞോ. ക്ലിനിക്ക് എൻ്റെ വീട്ടിൽ തന്നെയാ. ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തരാം. ഭൈരവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ കുറച്ച് റിസ്ക് എടുത്തല്ലേ പറ്റൂ. ഭൈരവ് ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ സർവ്വ കഴിവുമെടുത്ത് അയാളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ അയാളുടെ അസുഖം കുറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്റെ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് നല്ല ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ മുമ്പൊക്കെ എനിക്ക് വേദനയില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു സ്വസ്ഥതയില്ലാതായി. നിന്റെ ഈ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അതെനിക്കൊരു വീക്ക്നെസ്സായി മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് നിങ്ങളുടെ വീക്ക്നെസ് ആവണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ട് ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം എന്തായാലും നിങ്ങളുടെ ചികിത്സ തീരാറായി. കുറച്ച് കഴിയുമ്പോൾ ഈ വിസിറ്റും അങ്ങ് നിർത്താം. അതാണിപ്പോൾ എനിക്കും പേടി. എനിക്ക് ട്രീറ്റ്മെന്റ് നിർത്തണമെന്ന് ഒരു ആഗ്രഹവുമില്ല. ഇത്രയും സുഖവും സമാധാനമൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ ഭാവന? നീ നിന്റെ ഈ ജോലി എത്ര സ്നേഹത്തോടെയാ നീ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കണ്ട ആരെങ്കിലും പറയൂ ഇത്രയും വലിയ ഗുണ്ടയാണെന്ന്? ഗുണ്ടയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിലല്ലേ. നിന്റെ മുന്നിൽ ഞാൻ മറ്റെന്തോ ആണ്. അത് എന്താ ഈ വേറെന്തോ? ഞാൻ നിന്റെ സ്വന്തം ഭാവനയാ. നിന്നോട് സ്നേഹമുള്ളവൻ, നിന്നോട് പ്രേമമുള്ളവൻ. ഒരു കാര്യം പറയട്ടെ, എനിക്ക് ആദ്യം മുതലേ നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് എപ്പോഴും നിങ്ങളെപ്പോലെ ഒരുപാട് ധൈര്യമുള്ള നല്ല ശക്തിയുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളുടെ ശക്തി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിൽ പിന്നെ അങ്ങ് അറിയിച്ചേക്കാന്നേ.
ഏയ് ഇന്ന് വേണ്ട. എന്തു പറ്റിയടി? ഒന്നുമില്ല, എനിക്കിന്ന് ഒരു മൂഡ് തോന്നില്ല. അല്ല എന്തുണ്ടല്ലോ, നിന്നിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഏയ് ഒന്നുമില്ല, വിട്ടുകളാ. എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരാഗ്രഹമില്ല. നീ എന്ത് വർത്താനോ ഈ പറയുന്നേ? ആദ്യമായിട്ട് ഈ ഭൈരവൻ ഒരാളെ ഇത്രയും ഇഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പൊ നിന്റെ ബുദ്ധിമുട്ടുകൾ നിന്റേത് മാത്രമല്ല, അത് ഈ ഭൈരവന്റെയും കൂടിയാണ്. മര്യാദയ്ക്ക് കാര്യം എന്താന്ന് വെച്ചാ പറ. അത് കാലി എന്ന് പറയുന്നൊരു ഗുണ്ട എന്റെ സ്ഥലം കൈയടക്കി വെച്ചേക്കുവാ. എന്റെ ചക്കരമുത്തേ, അങ്ങനത്തെ 10 കാലിമാര് എന്റെ കാൽ കീഴിൽ എന്നും ഉണ്ടാവാറുണ്ട്. എന്റെ പേര് കേൾക്കുമ്പോ തന്നെ അവന്മാരൊക്കെ പെടുക്കും. കാലിയെന്നല്ല, അവന്റെ തന്ത കുഴിന്ന് എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ പോലും നിന്റെ സ്ഥലം ഇന്നെങ്കി ഇന്ന്, ഇപ്പോഴെങ്കി ഇപ്പോ നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഇത്രയും കാലം ഞാൻ എന്തിനു വേണ്ടിയാണോ കാത്തിരുന്നത്? സത്യം, ഇത്രയും കാലം ഞാൻ എന്തിനു വേണ്ടിയാണോ ശ്രമിച്ചത്, അതിനെല്ലാം ഫലം കാണാൻ തുടങ്ങുമായിരുന്നു. ഭൈരവ അന്ന് തന്നെ എന്റെ സ്ഥലം ഒഴിപ്പിച്ചു തന്നു. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാതായി. എന്നെ ഇത്രയും നാള് ബുദ്ധിമുട്ടിച്ചൊരു കാര്യം എത്ര പെട്ടെന്നാ സോൾവ് ആയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്ന് ഭൈരവനെ കണ്ടപ്പോൾ എനിക്കൊരു മാലാഖയെ പോലെ തോന്നി. താങ്ക് യു സോ മച്ച്. ഞാൻ നിന്നെ എത്രയും സ്നേഹിച്ചിട്ടും നിനക്ക് തിരിച്ചെന്നോട് ഒരിറ്റ് സ്നേഹം പോലും ഇല്ല അല്ലേ? അതെന്താ? സ്നേഹമുണ്ടല്ലോ. സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ആ താങ്ക് യു പറയേണ്ട ആവശ്യം എന്താ? ഓ, സ്നേഹമുള്ളവരുടെ ഇടയിൽ താങ്ക് യുവിനും സോറിക്കും ഒരു സ്ഥാനവും ഇല്ല. സ്നേഹമുള്ളവർക്കിടയിൽ സ്നേഹം മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. സ്നേഹം ഉണ്ടാവുമ്പോൾ അവിടെ ആഗ്രഹം ഉണ്ടാവും, ദാഹവും ഉണ്ടാവും. ഭൈരവന് ഭ്രാന്ത് പിടിച്ച പോലെ സ്നേഹിച്ചത്. പക്ഷെ കുറച്ചു ദിവസം കൊണ്ട് അവന്റെ സ്നേഹം എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. എത്രയൊക്കെ ആയാലും ഗുണ്ടയല്ലേ, അവൻ പറയുന്ന പോലെ ഞാൻ ജീവിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷേ എനിക്കൊരു ഫ്രീ ലൈഫായിരുന്നു വേണ്ടത്. എനിക്ക് എങ്ങനെയെങ്കിലും അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമായിരുന്നു. ഭൈരവനെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദർശ് മാധവന്റെ ഫോൺ എടുക്കാറില്ലായിരുന്നു. അവനോടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവൻ എന്റെ വീട്ടിലേക്ക് വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നീ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്റെ ഫോൺ എടുക്കുന്നില്ല. നീ ആരാന്നടി നിന്റെ വിചാരം? നീ എന്താ കരുതിയത്? ഞാൻ നിന്നെ അങ്ങ് ചുമ്മാ വിട്ടുകളയൊന്നോ? എളുപ്പത്തിലല്ലെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടി വിട്ടാ മതി. പക്ഷെ വിടാതെ പറ്റില്ല. ഒരു 4ാം തരം ഗുണ്ട കാരണം നിന്റെ സ്ഥലം തിരിച്ചു കിട്ടിയെന്ന് കരുതി നീ വലിയ ജാൻസിറാണെന്ന് വിചാരിക്കണ്ട. നീ ഒരു കാര്യം മറക്കണ്ട ഭാവന, എന്റെ പേര് ആദർശ് മാത്തൂർ എന്നാ. മനസ്സിലായോ? നിന്റെ യോഗ്യതയൊക്കെ എനിക്ക് മനസ്സിലായതാടാ. നീ ഇവിടെ എന്റെ ശരീരം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ കാലിയുടെ ഒപ്പം ചേർന്ന് എന്റെ സ്ഥലം നീ വിൽക്കാൻ നോക്കുമായിരുന്നല്ലേ? നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. ഒന്ന് ഇറങ്ങി പോടാ. അത് ശരി, ഞാനിപ്പോ പോണല്ലേ? എന്തേ നീ എന്നെ ഓർക്കാറില്ലേ? എന്റെ അടുത്ത് അഭ്യാസം ഇറക്കുന്നോ? കള്ള നായിന്റെ മോനെ, നീ എന്റെ ഭാവനയുടെ ദേഹത്ത് തൊടുന്നോടാ. നീ വലിയ ഗുണ്ടായിരിക്കും, പക്ഷെ നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ഇനി നീ ജീവിതത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ലടാ. എന്നെ വിട്, എന്നെ വിടാൻ വിട്. നീയാണോടാ എന്നെ ജയിലിൽ കയറ്റാൻ പോകുന്നേ? എഴുന്നേൽക്കടാ, എന്നെ ജയിലിൽ കയറ്റടാ. ഇയാള് മരിച്ചുപോയി. അങ്ങനെ ആദർശ് മരിച്ചുപോയി. ഭൈരവനെ പോലീസുകാരും കൊണ്ടുപോയി. ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം സംഭവിച്ചു. 2 പേരുടെ ശല്യം തീർന്നു കിട്ടി. ഇപ്പം ഞാൻ എൻ്റെ സ്ഥലത്ത് വലിയൊരു നാച്ചുറോപ്പതി തുടങ്ങി. ഇപ്പം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഇനി എൻ്റെ ലൈഫിനെ സെറ്റിൽ ചെയ്യണം. പിന്നീട് ഞാൻ മാട്രിമോണി സൈറ്റിൽ എനിക്ക് നല്ല ബന്ധങ്ങൾ നോക്കി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നല്ലൊരു പയ്യനുമായിട്ട് എൻ്റെ കല്യാണവും കഴിഞ്ഞു.
എന്താ മോളെ, നീ എത്ര നേരമായി ഇവിടെ വന്നിരിക്കുന്നു? ഒരുപാട് നേരമായില്ലേ? എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഉറക്കം വരുന്നില്ല. നിങ്ങൾ ചെല്ല്, ഞാൻ ഓക്കേ, വരാം. വേഗം വാ.